2025 ജനുവരി 20 മുതൽ ലോകരാജ്യങ്ങളിലെല്ലാം അനിശ്ചിതത്വങ്ങൾ ഏറുകയാണ്. പ്രത്യേകിച്ചും കാനഡയിൽ. താരിഫ് വരും അഥവാ ഇറക്കുമതി തീരുവ 25% ഉയർത്തും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രഖ്യാപനത്തിലും അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് ഓർഡറിലുമൊക്കെ ഡൊണാൾഡ് ട്രംപ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാർച്ച് 4 തീയതി നിലവിൽ വന്നു. ആ ദിവസം ഇവിടെ നിരവധി ചർച്ചകളും ആളുകളൊക്കെ വളരെയധികം ടെൻഷനിലുമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അവരുടെ നിത്യജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. നമ്മൾ ഓർക്കും താരിഫ് വന്നിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് അത് നേരെയാക്കും. എന്നാൽ ആളുകൾക്കൊക്കെ മനസ്സിലായി ഇത് ഒരു ഇക്കണോമിക് താരിഫ് വാർ തന്നെയാണ്. കാനഡയെ തകർക്കാൻ വേണ്ടിയുള്ള യുഎസിൻ്റെ ഒരു പരിപാടി തന്നെയാണെന്ന് ആളുകൾക്ക് മനസ്സിലായി. ആളുകൾ ഒരുമിച്ച് ചേരുകയും പല സമരങ്ങളിൽ ഏർപ്പെടുകയും അതോടൊപ്പം തന്നെ TV ചാനലുകളിലും വാർത്താമാധ്യമങ്ങളിലുമൊക്കെ നിരവധി ചർച്ചകൾ എനിക്ക് കാണുവാനും സാധിച്ചു. നിരവധി ആളുകൾ ഇവിടെ നിന്ന് ഫോൺ സംഭാഷണങ്ങളിൽ US ട്രേഡ് പാർട്ട്നേഴ്സുമായിട്ട് ചർച്ചകൾ നടത്തി. പ്രധാനമന്ത്രി US പ്രസിഡന്റുമായിട്ട് ഫോൺ സംഭാഷണം നടത്തി. അതിനുശേഷം വീണ്ടും ഒരു മാസത്തേക്ക് ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഡൊണാൾഡ് ട്രംപ് വീണ്ടും താരിഫ് ചുമത്തുന്ന കാര്യം നീട്ടിവച്ചിരിക്കുകയാണ്. എന്നാൽ ആ ദിവസം തന്നെ ഇവിടെ നിന്ന് മറു താരിഫ് ചുമത്തി കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ചും 25% നികുതി US പോകുന്ന സാധനങ്ങളുടെ മേൽ ചുമത്തി. അതായത് $30 ബില്യൺ മേലുള്ള ഒരു താരിഫാണ് കാനഡ ചുമത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒണ്ടേരിയോയിൽ നോക്കുകയാണെങ്കിൽ LCBO, ഇവിടുത്തെ ബിവറേജ് ഷോപ്പിലെ എല്ലാ അമേരിക്കൻ മദ്യങ്ങളും ഇവിടെ നിന്ന് എടുത്തു മാറ്റി. ഇവിടുത്തെ ശക്തനായ ഈ കഴിഞ്ഞ ദിവസം ഇലക്റ്റഡ് ആയിട്ടുള്ള പ്രീമിയർ ഡഗ് ഫോർഡ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ അനിശ്ചിതത്വങ്ങളിലൂടെ പോകുമ്പോൾ കനേഡിയൻസിന് അല്ലെങ്കിൽ ഒണ്ടേരിയൻസിന് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റിയുടെ മേൽ, പ്രത്യേകിച്ചും അമേരിക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള 3 സംസ്ഥാനങ്ങളിലേക്കാണ് ഒണ്ടേരിയോയിൽ നിന്ന് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത്. അതിൻ്റെ മേലും 25% നികുതി ചുമത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നോർത്ത് അമേരിക്കൻ ട്രേഡ് എഗ്രിമെൻ്റ് പ്രകാരം താരിഫ് പൂർണ്ണമായിട്ടും പിൻവലിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ നിന്നുള്ള ഇളവുകൾ ഇനി അമേരിക്കയ്ക്ക് പ്രതീക്ഷിക്കാവൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ഞാൻ ഗ്ലോബൽ ന്യൂസ്, CTV, CBC മുതലായ വാർത്താമാധ്യമങ്ങളിൽ നിന്ന് ശേഖരിച്ചതാണ്. അതിൻ്റെ കുറച്ച് ലിങ്കുകളൊക്കെ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതൊക്കെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഈ താരിഫ് നിങ്ങളെ എങ്ങനെ ബാധിക്കും എന്നുകൂടി ഒന്ന് അറിയണ്ടേ. അതിൽ പ്രധാനമായിട്ടും പ്രത്യേകിച്ചും ജോബ് ലോസുകളാണ് ഉണ്ടാവാൻ പോകുന്നത്. താരിഫ് പൂർണ്ണമായിട്ട് കാനഡയുടെ മേൽ ചുമത്തിയിട്ടുണ്ട് എങ്കിൽ 1.5 മില്യൺ അടുത്ത് ആളുകളുടെ ജോലി നഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും നമുക്കറിയാം ഓട്ടോ ഇൻഡസ്ട്രി, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല നിർമ്മാണ മേഖലകൾ, സ്റ്റീൽ ഇൻഡസ്ട്രി എല്ലാം തകരാറിലാകും. അതിനാൽ പെട്ടെന്നുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വലിയ ചർച്ച തന്നെ നമ്മൾ മധുരഗീതം റേഡിയോയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് അതിനെപ്പറ്റി ലഭിക്കും. എന്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യം വളരെ ഗൗരവമായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിചാരിക്കും രാഷ്ട്രീയത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ, അതൊക്കെ രാഷ്ട്രീയക്കാരൊക്കെ പരിഹരിച്ചുകൊള്ളും. എന്നാൽ അങ്ങനെയല്ല ഇവിടുത്തേക്ക് സ്ഥിതി. എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അത് ഇൻഡയറക്റ്റ് ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടോ നമ്മളെ തന്നെ അഫക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാർ ഇൻഡസ്ട്രിയിൽ സെയിൽ അധികം കാര്യമായിട്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് നടക്കുന്നില്ലെങ്കിൽ ഉടൻ തന്നെ അത് മറ്റു മേഖലകളിലെയും അത് ബാധിക്കും. എല്ലാ മേഖലകളിലും ലേ ഓഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കാരണമാണ് നമ്മളിതിനെ സീരിയസ് ആയിട്ട് കാണണം എന്ന് പറഞ്ഞത്. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ വീട് വാങ്ങുമ്പോൾ തന്നെ, ഇപ്പോൾ ഒരു കോണ്ടോമിനിയമാണ് വാങ്ങുന്നതെങ്കിൽ ഇനി ഈ ഒരു താരിഫ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഉയരും. അതോടൊപ്പം തന്നെ നിങ്ങളൊരു ഫ്രിഡ്ജ് വാങ്ങി വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് 25% വില അതിന് കൂടും. കാരണം ഫ്രിഡ്ജുകളൊക്കെ വരുന്നത് അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. ഹോസ്പിറ്റലുകളിൽ എങ്ങനെ ഇത് ബാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സർജറി റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വരുന്നത് പ്രധാനമായിട്ടും അമേരിക്കയിൽ നിന്നാണ്. അതിനെയും അത് ബാധിക്കാം. നിത്യജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഓറഞ്ച് അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ഇതൊക്കെ വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. നമ്മൾ വിചാരിക്കും വെള്ളം കുടിച്ച് ജീവിച്ചാൽ പോരെ, വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന്. എന്നാൽ ഒരു ഡെവലപ്ഡ് കൺട്രി ആയി കഴിയുമ്പോഴേക്കും അവരുടെ ഒരു ലൈഫ് സ്റ്റൈലുണ്ട്. ആ ലൈഫ് സ്റ്റൈലിലാണ് ആളുകൾ പോകുന്നത്. അപ്പോഴേക്കും അതിനെയൊക്കെ ഇത് കാര്യമായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. താരിഫ് അഫക്റ്റ് ചെയ്യാവുന്ന ഏറ്റവും പ്രധാന ഒരു മേഖലയാണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. നിരവധി പ്രതീക്ഷകളുമായിട്ട് ആളുകൾ സപ്ലൈ ചെയിൻ കോഴ്സുകളൊക്കെ പഠിച്ച്, അല്ലെങ്കിൽ ട്രക്കിംഗ് കോഴ്സുകളൊക്കെ പഠിച്ച് ആ മേഖലയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് ട്രക്കിംഗ് മേഖലയിൽ അധികം ജോലികൾ ലിസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അതിൻ്റെ ഒരു തെളിവാണ് നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം IRCC ട്രാൻസ്പോർട്ടേഷൻ മേഖലയെ അതിൽ നിന്നും മാറ്റിയത് തന്നെ.
ഇനി മുന്നോട്ടുള്ള സാധ്യതകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും താരിഫ് വന്നിട്ടുണ്ടെങ്കിൽ വെയർഹൗസുകളിലുള്ള ട്രാൻസാക്ഷൻസ് അവിടെ കുറയും. നിരവധി ട്രക്കുകൾ അമേരിക്കയിലേക്ക് പോകുന്നത് അവിടെ കുറയും. അല്ലെങ്കിൽ നമുക്കറിയാം അമേരിക്കയിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള ചരക്ക് നീക്കം അത് കുറയും. അതിൻ്റെ പ്രധാന കാര്യമെന്ന് പറയുന്നത് സാധനങ്ങളുടെ വില കൂടിക്കഴിയുമ്പോഴേക്കും ഉപഭോക്താക്കൾ കുറയും എന്നുള്ളത് തന്നെയാണ്. ആളുകൾ സാധനങ്ങൾ അധികം വാങ്ങിയില്ലെങ്കിൽ കടയിലെ കച്ചവടം കുറയും. അങ്ങനെ സമസ്ത മേഖലകളെയും ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി താരിഫ് മുന്നോട്ട് വരില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതിനുള്ള നടപടികളൊക്കെ നമ്മുടെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പൊളിറ്റീഷ്യൻസും ഒക്കെ ചേർന്ന് നല്ല തീരുമാനങ്ങളെടുത്ത് താരിഫ് വാറിൽ നിന്ന് രാജ്യങ്ങളെ രക്ഷിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാനഡയുടെ ഐക്യദാർഢ്യത്തെ സോവറിനിറ്റിയെ ഊട്ടിയുറപ്പിച്ച ഒരു കാര്യം കൂടിയാണിത്. ഇപ്പോൾ കാനഡയിലും ഒത്തിരി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്റർ ട്രേഡ് ബാരിയേഴ്സൊക്കെ മാറ്റുന്നതിന് വേണ്ടിയുള്ള പെട്ടെന്നുള്ള ദ്രുതഗതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രീമിയേഴ്സും ടീമും എല്ലാം ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇപ്പോൾ കാനഡ ഒണ്ടേരിയോയിൽ ജോലി ചെയ്യുന്ന ഒരു നഴ്സിന് ആൽബർട്ടയിൽ ജോലി ചെയ്യണമെങ്കിൽ പ്രത്യേക ലൈസൻസ് അവിടെ വേണം, അല്ലെങ്കിൽ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യണം, എങ്കിലേ ഉള്ളൂ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആൽബർട്ടയിൽ ഉണ്ടാക്കുന്ന വൈന് ഇവിടെ വിൽക്കണമെങ്കിൽ, പ്രത്യേകിച്ച് ഒണ്ടേരിയോയിൽ വിൽക്കണമെങ്കിൽ അതിനുള്ള നൂലാമാലകൾ വേറെയാണ്. അതിനാലാണ് കൂടുതൽ ആളുകളും US കച്ചവടം എളുപ്പമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ മെക്സിക്കോയിലോട്ട് കച്ചവടം എളുപ്പമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഇങ്ങനെയുള്ള ട്രേഡ് ബാരിയേഴ്സ് മാറ്റുന്നതിന് വേണ്ടിയുള്ള പല കാര്യങ്ങളും ഗവൺമെൻറ് ആലോചിച്ച് വരികയാണ്. ഉടൻ തന്നെയുള്ള നടപടികളൊക്കെ ഉണ്ടാവും. അത് വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഇന്റർ പ്രോവിൻസ് ട്രേഡ് കൂടിക്കഴിയുമ്പോഴേക്കും കാനഡയിലെ ഉള്ളിലുള്ള ബിസിനസ്സുകൾക്ക് അത് കൂടുതൽ പ്രയോജനപ്പെടും. അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളുമായിട്ടും കാനഡ ഇപ്പോൾ കരാറുകളിൽ ഏർപ്പെടുകയാണ്. ഇനി അധിക ദിവസങ്ങളില്ല ജസ്റ്റിൻ ട്രൂഡോ തൻ്റെ പ്രധാനമന്ത്രി പദവിയിൽ നിന്ന് ഇറങ്ങാൻ. എന്നാൽ അദ്ദേഹം അവസാന നിമിഷങ്ങളിൽ പല ചർച്ചകളിലും, പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ മീറ്റപ്പിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹം സജീവമായിട്ട് പങ്കെടുക്കുകയും കാനഡയുടെ നിലപാടുകൾ അവിടെ അറിയിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതൊരു നല്ല കാര്യത്തിലേക്കും ഉള്ള ഒരു ചുവടുവെപ്പായി മാറാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇവിടെ കമൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെള്ളിയാഴ്ചകളിലുള്ള ലൈവ് സെഷനിൽ വായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇമിഗ്രേഷനിലും കഴിഞ്ഞ ദിവസം കുറേ ചേഞ്ചസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ച ഒരു ദീർഘനേരമുള്ള ഒരു ലൈവ് ഡിസ്കഷൻ തന്നെ കഴിഞ്ഞ ആഴ്ച RCIC ജേഷ് ജേക്കബുമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് അറിയണമെങ്കിൽ അതിൽ ഏകദേശം 100-ൽ പരം ക്വസ്റ്റ്യൻസ് വായിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അമേരിക്കൻ വാർത്തകളിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും പ്രധാനമായിട്ടും അമേരിക്കയിലെ വിവിധ സമരങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും ഫാർമേഴ്സിൻ്റെ കഴിഞ്ഞ ദിവസത്തെ വൈറ്റ് ഹൗസിലുള്ള മീറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാനഡയും അമേരിക്കയും ഒക്കെ ഇപ്പോൾ സ്പ്രിംഗ് സീസണിലേക്ക് കടക്കുകയാണ്. സ്പ്രിംഗ് സീസണിലാണ് ഏറ്റവും കൂടുതൽ വളങ്ങളുടെ ആവശ്യം വരിക, പ്രത്യേകിച്ചും കൃഷിക്കാർക്ക്. കാനഡയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വളമാണ് പൊട്ടാഷ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലും നെല്ലിനും വാഴയ്ക്കും കപ്പയ്ക്കും ഒക്കെ ഇടുന്ന കാര്യങ്ങളാണല്ലോ ഈ പൊട്ടാഷ് എന്ന് പറയുന്നത്. ഈ പൊട്ടാഷ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും സസ്കച്ചുവാനിൽ നിന്നാണ്. സസ്കച്ചുവാനിലുള്ള മൈനിൽ നിന്നാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒണ്ടേരിയോയിൽ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. താരിഫ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള വളത്തിൻ്റെ വില കൂടും. അതോടൊപ്പം തന്നെ വളത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അതും കുറയ്ക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും കാനഡയാണ് ഏറ്റവും വലിയ റിസോഴ്സ് പൊട്ടാഷിൻ്റെ. അത് ലോകരാജ്യങ്ങളിലേക്കൊക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ട്. 42% അമേരിക്കയിലോട്ട് തന്നെയാണ് കയറ്റുമതി ചെയ്യുന്നത്. അവിടെ കൃഷി മേഖലയിൽ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് എല്ലാവരെയും ബാധിക്കും. അത് കാരണമാണ് ഫാർമേഴ്സിൻ്റെ അസോസിയേഷനൊക്കെ വൈറ്റ് ഹൗസിനെ മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിരവധി ആളുകൾക്ക് ജോലിയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഡോജിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ, അതായത് കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി നിരവധി ആളുകളുടെ ജോലി അവിടെ ലേ ഓഫ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് അവിടെ നിന്നുള്ള വാർത്തകൾ എനിക്കറിയാവുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ നിന്നുള്ള വാർത്തകളൊക്കെ ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അയച്ചു തരിക. bijo@canadianscript.ca ഇമെയിൽ അയക്കുകയാണെങ്കിൽ നമുക്ക് അത് നമ്മുടെ ന്യൂസിൻ്റെ ഇടയ്ക്കൊക്കെ പബ്ലിഷ് ചെയ്യാവുന്നതാണ്. ഇതൊരു കമ്മ്യൂണിറ്റി ന്യൂസ് ചാനലാണ്. നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. കമൻ്റായിട്ടും ഇത് ഷെയർ ചെയ്യുന്നതിലൂടെയൊക്കെ നിങ്ങൾ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാനഡയിലെ വെതർ ഇപ്പോൾ നോക്കിക്കഴിയുമ്പോഴേക്കും, പ്രത്യേകിച്ച് ഒണ്ടേരിയോയിൽ ഇപ്പോൾ തണുപ്പൊക്കെ കുറഞ്ഞ് ഐസൊക്കെ ഉരുകി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. സ്പ്രിംഗ് സീസണിലോട്ട് കടക്കുകയാണ്. മാർച്ച് 20 സ്പ്രിംഗ് സീസൺ തുടങ്ങുന്നത്. ഇന്ന് മുതൽ ടൈം മാറിയിരിക്കുകയാണ്. ഡേ ലൈറ്റ് സേവിങ് ടൈം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഡേ ലൈറ്റ് സേവിങ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. വിൻ്റർ സമയങ്ങളിലും സമ്മർ സമയങ്ങളിലും
ഇവിടെ നേരം വെളുക്കുന്നതും ഇരുട്ടുന്നതും ഒക്കെ വളരെ വ്യത്യാസങ്ങളുണ്ട്. പ്രത്യേകിച്ചും സമ്മർ സമയത്ത് കൂടുതൽ പകൽ സമയമുണ്ട്. ആയതിനാൽ ഇവിടെ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്ന സംവിധാനമാണ്. നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ChatGPTയിലോ അല്ലെങ്കിൽ DeepSeekലോ നമ്മുടെ ഗൂഗിൾ ജെമിനിയിലോ ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ്. വാച്ചും ക്ലോക്കും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊള്ളുക. പ്രത്യേകിച്ചും കാനഡയിലുള്ളവരിന്ന് കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെന്റൽ ട്രെയിനിങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഫുഡ് സർവീസ് വർക്കർ എന്ന് പറയുന്ന പ്രോഗ്രാം ഈ ദിവസങ്ങളിലൊക്കെ നിരവധി ആളുകൾ എൻക്വയറി ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇമിഗ്രേഷനിൽ ഒരു കുക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഫുഡ് സർവീസ് വർക്കർ എന്ന് പറയുന്ന കോഴ്സിൽ 40 മണിക്കൂറുള്ള കോഴ്സാണ്. ആ കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പല ജോലികളും ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഫുഡ് സർവീസ് അസിസ്റ്റന്റ് ആയിട്ടോ ഡയറ്ററി എയ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ലൈൻ കുക്കൊക്കെ ആയിട്ട് പല ജോലികൾക്കും അപേക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. അത് കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്റർ തന്നെ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ആൻഡ് CPR കോഴ്സ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. $500 ഇപ്പോൾ അതിൻ്റെ നിരക്ക് എന്ന് പറയുന്നത്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതേപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റ് അപ്ഡേറ്റുകളും വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ലൈവ് സെഷൻ നമ്മുടെ ഈ വെള്ളിയാഴ്ച ഉണ്ട്. അതോടൊപ്പം തന്നെ മാർച്ച് 21 നമുക്കൊരു സെൽഫ് പ്രിപ്പറേഷൻ വെബിനാർ നടക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും PGWP അപ്ലൈ ചെയ്യുന്ന കുട്ടികളൊക്കെ ഇനിയിപ്പോൾ സെൽഫ് എക്സാമിനേഷൻ എഴുതേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നേരത്തെ തന്നെ തുടങ്ങിക്കൊള്ളുക. അതോടൊപ്പം തന്നെ PR ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ മെറ്റീരിയൽസും ഒക്കെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്നുമൊക്കെ വാങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുവേണ്ടി നിങ്ങൾക്ക് ഇമെയിൽ അയക്കാവുന്ന വിലാസമാണ് bijo@canadianskills.ca. എല്ലാവർക്കും ഒരു നല്ല ദിവസവും ആഴ്ച ആശംസിക്കുന്നു. നമുക്കിനി അടുത്ത ആഴ്ച കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.